വർഷം 2003. ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ അമേരിക്ക വെറും 20 ദിവസം കൊണ്ടാണ് ഇറാഖിലെ സദ്ദാം ഹുസൈന്റെ വലിയ സാമ്രാജ്യത്തെ ഒന്നടങ്കം തകർത്തെറിഞ്ഞത്. ഇറാഖിന്റെ ലക്ഷക്കണക്കിന് സൈനികർ അമേരിക്കൻ പീരങ്കികൾക്ക് മുന്നിൽ ചിതറിയോടി. ലോകം മുഴുവൻ ആ സൈനിക ശക്തി കണ്ട് വിറച്ചുപോയി. എന്നാൽ ഇതേ അമേരിക്ക ഇറാന്റെ തൊട്ടടുത്തുള്ള ഇറാൻ എന്ന രാജ്യത്തേക്ക് തിരിയുമ്പോൾ കഴിഞ്ഞ 40 വർഷങ്ങളായി ഒരൊറ്റ കാര്യം മാത്രമേ ചെയ്യുന്നുള്ളൂ: വെറും ഭീഷണിപ്പെടുത്തൽ. അതെ, അത്യാധുനിക ആയുധങ്ങളും ലോകത്തിലെ ഏറ്റവും വലിയ സേനയുമുണ്ടായിട്ടും ഇസ്രയേലോ അമേരിക്കയോ ഇന്ന് വരെ ഇറാന്റെ മണ്ണിലേക്ക് നേരിട്ടൊരു കരയുദ്ധത്തിന്, ഗ്രൗണ്ട് ഇൻവേഷന് ധൈര്യം കാണിച്ചിട്ടില്ല. എന്തുകൊണ്ടാണത്? ഇറാന്റെ കയ്യിലുള്ള ന്യൂക്ലിയർ ആയുധങ്ങളെ പേടിച്ചിട്ടാണോ? അല്ല. ഇറാന്റെ വലിയ സൈന്യത്തെ ഭയന്നിട്ടാണോ? ഒരിക്കലുമല്ല. സത്യം അതൊന്നുമല്ല. അമേരിക്കൻ ജനറൽമാരുടെ പോലും ഉറക്കം കെടുത്തുന്ന ഒരു സൈന്യത്തിനും ജീവനോടെ തിരിച്ചു വരാൻ കഴിയാത്തത്ര ഭീകരമായ ഒരു മരണക്കെണി ഇറാന്റെ അതിർത്തിക്കുള്ളിൽ ശത്രുക്കളെ കാത്തിരിപ്പുണ്ട്. ആധുനിക ടെക്നോളജിക്കും ലക്ഷക്കണക്കിന് ബോംബുകൾക്കും പോലും ഭേദിക്കാൻ കഴിയാത്ത പ്രകൃതി തന്നെ നിർമ്മിച്ചു വെച്ചിട്ടുള്ള വലിയൊരു അദൃശ്യ കോട്ടയാണ് ഇറാൻ, ദി ഇൻവിസിബിൾ ഫോർട്രസ്. ഒരൊറ്റ രാത്രി കൊണ്ട് ഇസ്രയേലിന് നേരെ 200 മിസൈലുകൾ മഴ പോലെ പെയ്യിച്ചിട്ടും അമേരിക്ക ഇറാനു മുന്നിൽ പകച്ചു നിൽക്കുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ്. ഒരു വൻശക്തിക്കും കീഴടക്കാൻ കഴിയാത്ത ആ കോട്ടയുടെ രഹസ്യങ്ങൾ, ലോകം ഭയക്കുന്ന ആ മരണക്കെണിയുടെ ചുരുളുകൾ നമ്മൾ ഇന്ന് ലോകത്തിനു മുന്നിൽ തുറക്കാൻ പോകുകയാണ്. ചരിത്രമുറങ്ങുന്ന ആ രക്തരൂക്ഷിതമായ രഹസ്യങ്ങളിലേക്ക് വെൽക്കം ടു തെക്കിനി ഫാക്ട്സ്. ഒരു രാജ്യത്തെ ആക്രമിക്കാൻ പോകുന്നതിന് മുൻപ് ഏതൊരു സൈന്യവും ആദ്യം പഠിക്കുന്നത് ആ രാജ്യത്തിന്റെ ഭൂമിശാസ്ത്രമാണ്, ജിയോഗ്രഫി. അവിടെയാണ് ഇറാന്റെ ഏറ്റവും വലിയ വിജയം. ആദ്യം ഇറാന്റെ വലിപ്പം നോക്കാം. ഫ്രാൻസ്, ജർമ്മനി, UK, സ്പെയിൻ എന്നീ 4 വലിയ യൂറോപ്യൻ രാജ്യങ്ങൾ ഒന്നിച്ചു ചേർത്താൽ എത്ര വലിപ്പമുണ്ടോ അതിനേക്കാൾ വലുതാണ് ഇറാൻ. ഏകദേശം 1.6 ദശലക്ഷം സ്ക്വയർ കിലോമീറ്റർ. ഇത്രയും വലിയൊരു രാജ്യത്തേക്ക് കടന്നു കയറുക എന്നത് എത്ര വലിയ സൈന്യത്തിനും അസാധ്യമാണ്. എന്നാൽ വലിപ്പത്തേക്കാൾ ശത്രുക്കളെ ഭയപ്പെടുത്തുന്നത് അവിടുത്തെ ഭൂപ്രകൃതിയാണ്. ഇറാനെ ആർക്കെങ്കിലും ആക്രമിക്കണമെങ്കിൽ അവർക്ക് പ്രധാനമായും പടിഞ്ഞാറ് ഭാഗത്തുകൂടി വരണം. എന്നാൽ അവിടെ പ്രകൃതി ഇറാനു വേണ്ടി വലിയൊരു മതിൽ തീർത്തിട്ടുണ്ട്: സാഗ്രോസ് പർവ്വതനിരകൾ. ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ നീളത്തിൽ ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്ന ഭീമാകാരമായ മലനിരകളാണത്. ടാങ്കുകളും പീരങ്കികളുമായ ഒരു സൈന്യത്തിന് ഈ മലനിരകൾ കടക്കുകയെന്നത് ആത്മഹത്യക്ക് തുല്യമാണ്. ഈ മലയിടുക്കുകളിൽ ഒളിച്ചിരിക്കുന്ന ഇറാനിയൻ സൈന്യത്തിന്റെ മിസൈലുകൾക്കും സ്നൈപ്പറുകൾക്കും ശത്രുക്കൾ വെറും ഇരകൾ മാത്രമായിരിക്കും. 1980